വേറെ മാങ്ങാപ്പഴമൊക്കെ നന്നായിട്ട് കഴുകി ഞാൻ എടുത്തോണ്ട് വന്ന് വെച്ചിട്ടുണ്ടേ. ഇത് എന്തെടുക്കാൻ പോവാന്നറിയാവോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല കേട്ടോ. അപ്പം ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാലേ ഇതെന്തുവാന്ന് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഈ മാങ്ങാപ്പഴം എല്ലാം ഒന്ന് പൊളിച്ചെടുത്തോണ്ട് വരട്ടെ. നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇത് പൊളിക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. ഈ തൊലി നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് ഇടാവേ. ഇപ്പൊ മാങ്ങയുടെ ഒക്കെ സീസൺ അല്ലേ, വേറെ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലൊക്കെ ചെയ്തു വെച്ചാൽ മതിയേ. ഇതുപോലെ ഞാനിത് ഫുള്ള് ഒന്ന് പൊളിച്ചെടുക്കട്ടെ. മാമ്പഴത്തിന്റെ തൊലിയിൽ ആ സ്കിന്നയിലുള്ള ആ പൾപ്പ് ഫുള്ള് നമുക്ക് എടുക്കാൻ വേണ്ടിയാ. നല്ല ക്ലീൻ ആയിട്ടുള്ളതാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. ആ ജ്യൂസും കൂടെ നമുക്ക് അങ്ങ് എടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോഴേ മാമ്പഴം നന്നായിട്ട് കഴുകി എടുത്തേച്ചേ ഇതിന്റെ ഈ സ്കിൻ ഇങ്ങനെ കഴുകി എടുക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മണ്ണോ ചെളിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് എടുക്കാൻ പറ്റത്തില്ല. കണ്ടോ എത്ര ക്ലീൻ ആണെന്ന് നോക്കിയേ. അതിന്റെ ആ സ്കിൻ നമ്മൾ കഴുകി എടുത്തത്. എന്നിട്ടും കണ്ടോ തൊട്ടും പൊടിയോ ചെളിയോ ഒന്നുമില്ല. ഈ ജ്യൂസില്ലേ നമ്മൾ ഈ മാമ്പഴം പൊളിച്ചു വെച്ചേക്കുന്ന അതിന്റെ അകത്തേക്ക് ഒഴിക്കുവാണേ. ഇത് നമ്മൾ അടുപ്പിൽ വെച്ചൊന്ന് വേവിക്കാൻ പോവാ. നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാവേ. ഞാൻ എന്തോ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഇത് മാമ്പഴത്തിന്റെ സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയാണേ. അതിന് ഈ രണ്ട് സാധനം മതി. ഒന്ന് മാമ്പഴവും പനം കൽക്കണ്ടോ. നമുക്ക് ഇതൊന്ന് അലക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വെക്കണം. കാരണം ഇതിനകത്തിൽ എന്തെങ്കിലും പൊടിയോ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കളയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇടുന്നത് കേട്ടോ. പഞ്ചസാര ചേർക്കുന്നില്ല, അതിന് പകരം പനം കൽക്കണ്ടവാ ചേർക്കുന്നതേ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഉരുക്കി വരട്ടെ. ഇപ്പൊ തന്നെ അതിൻ്റെ അകത്തിലെ പൊടിയൊക്കെ കണ്ടോ. നമ്മള് കുട്ടികൾക്കൊക്കെ ഈ കുറുക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ ഇതുപോലെ ഉരുക്കിയെടുത്ത് അരിച്ച് ഫ്രിഡ്ജിലോ വല്ലതും സൂക്ഷിക്കണം. കാരണം കണ്ടോ ഇതിങ്ങനെ നമ്മൾ ഡയറക്റ്റ് ചെയ്ത് ഇതിനകത്തിലേക്ക് ഇടുമ്പോഴത്തേനും ഇതുപോലുള്ള പൊടികളൊക്കെ ബുദ്ധിമുട്ടല്ലേ. ശർക്കരയാണെങ്കിലും പനം കൽക്കണ്ടമാണെങ്കിലും കണ്ടോ ഇതുപോലെ ഉരുക്കിയെടുത്ത് ഉപയോഗിക്കണം. അതാ നല്ലത്. കണ്ടോ ഇതിൻ്റെ അകത്തിലെ പൊടി കണ്ടോ. ഒന്ന് സൂം ചെയ്ത് കാണിച്ചേര്. ഇത് കണ്ടോ എല്ലാം ഈ പൊടി മണ്ണ് പോലത്തെയാ. ഒക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ. നമുക്ക് ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇത് വേകണമേ. നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഗ്ലാസ് തണുത്ത വെള്ളമൊക്കെ എടുത്ത് കൊടുക്കണമെങ്കിൽ എളുപ്പമുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ. ഇനി നമുക്കിത് വീണ്ടും അടച്ചു വെക്കാവേ. നന്നായിട്ടൊന്ന് വെന്തോട്ടെ. നന്നായിട്ട് തിളച്ചേക്കുന്നേ. ദേഹത്ത് തെറിക്കാതെ ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാവേ. കുക്കറിനകത്തിലാണെങ്കിൽ 2-3 വിസിൽ കേട്ടാൽ മതി കേട്ടോ. കണ്ടോ ഇതിലെ പൾപ്പൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മാമ്പഴമൊക്കെ ചെറിയ ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്കതെല്ലാം ഒന്ന് കോരി മാറ്റി ഇതിൻ്റെ ഈ പൾപ്പ് ഇതിനകത്തിൽ കിടക്കുന്നില്ലേ, അത് നമുക്ക് ഒന്ന് വെള്ളം വറ്റിക്കാനുള്ള ആ ഉരുളിയിലേക്ക് ഒഴിക്കാവേ. അത് കഴിഞ്ഞിട്ട് ഇത് പിഴിഞ്ഞെടുക്കാം. മാങ്ങയുടെ നാരൊക്കെ ഉണ്ടെങ്കിലേ വെള്ളം കുടിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് നമുക്കത് പിഴിഞ്ഞിട്ട് അരിച്ചെടുക്കണം. ഇതിങ്ങനെ തിളപ്പിച്ചിട്ട് എടുത്ത് വയ്ക്കുവാണെന്നുണ്ടെങ്കിലേ പുളിച്ചിങ്ങനെ അഴുക്കാവത്തില്ല. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ദിവസങ്ങൾ ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ ഇങ്ങനെ സൂക്ഷിക്കുമ്പം പുളിച്ചിട്ട് പതഞ്ഞു പോകും. അപ്പോൾ ടേസ്റ്റൊക്കെ മാറും. ഇതിൽ തന്നെ ഞാൻ അങ്ങ് അരിച്ചെടുക്കുവാണേ. ചെറിയ അരിപ്പയൊക്കെ ആകുമ്പോഴേ ബുദ്ധിമുട്ടാണ്. കണ്ടോ നമുക്കിനി ഇത് ഓരോന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാവേ. നല്ല ചൂടുണ്ട്. വെന്ത് കഴിയുമ്പോൾ ഇതിലെ പൾപ്പ് ഫുള്ളിങ്ങ് പോരും. നമ്മളിങ്ങനെ മാമ്പഴം പൂളി എടുത്താലും ഇത്രയും ക്ലീനായിട്ട് കിട്ടത്തില്ല. അപ്പം നമുക്ക് എത്ര ക്ലീനായിട്ട് കിട്ടിയെന്ന് നോക്കിയേ. ഇത് ഫുള്ളൊന്ന് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുക്കട്ടെ. ലാസ്റ്റ് മാമ്പഴമാണ്. ഈ ചെറിയ അരിപ്പയാണല്ലേ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇത്രയും ഇതായിട്ട് അരിച്ചെടുക്കാൻ പറ്റത്തില്ല, താമസമാണ്. അങ്ങനെ മാമ്പഴം എല്ലാം വേവിച്ച് നമ്മൾ ജ്യൂസ് പിഴിഞ്ഞ് പൾപ്പ് എല്ലാം വേർതിരിച്ചെടുത്തേ. ഇതിൻ്റെ ആ നാരെല്ലാം ഇതിലിങ്ങനെ വന്നു. അരിപ്പയിലാണെങ്കിൽ നമുക്ക് ഇത്രയും സ്പീഡിൽ എടുക്കാൻ പറ്റത്തില്ല. നമുക്കിത് വേണ്ടാത്തതാണ്. ഇതിൻ്റെ നാര ഇതിൽ ഉടക്കിയേക്കുന്നത്. അതിനും പിന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കണം. കണ്ടോ നമ്മൾ പിഴിഞ്ഞെടുത്ത മാംഗോയുടെ പൾപ്പെല്ലാം കൂടെ നമ്മൾ ഈ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. ഇത് കണ്ടോ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പനം കക്കണ്ട ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ടും ഇതിൻ്റെ അകത്തിൽ ആ പൊടിയൊക്കെ അടിഞ്ഞേക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളിത് ഡയറക്റ്റ് ഇട്ട് എളുപ്പത്തിന് അങ്ങോട്ട് പിള്ളേർക്കൊക്കെ ആണെങ്കിലും, ഞാൻ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യം പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ട നമ്മൾ വൃത്തിയായിട്ട് കൊടുക്കാൻ. അതുകൊണ്ടാണേ. കുട്ടികൾക്ക് മാത്രമല്ല നമ്മളും വൃത്തിയായിട്ട് തന്നെ ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞതാണ്.
നമ്മളിതിൽ ഇനിയും വെള്ളം ചേർത്താണ് നമ്മൾ ജ്യൂസ് എടുക്കുമ്പം എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മധുരം ഇത്രയും ചേർത്തേക്കുന്നത്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ചെറിയ കുപ്പികളിലോ ഒക്കെ ആക്കി വെച്ചാൽ മതിയേ. ഉണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കുറുകുമൊന്നും വേണ്ട. നമ്മളിനി ഗ്യാസ് ഓഫ് ചെയ്യുവാണേ. ഉണ്ടോ, നമ്മുടെ ജ്യൂസൊക്കെ ചൂടാണേ. എങ്കിലും നമ്മളിപ്പം ഇത് കണ്ടോ, ഈ ഗ്ലാസ് ജഗ്ഗിനകത്തിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തണുത്ത വെള്ളം കൂടെ കുറച്ച് ഒഴിക്കുവാണേ. അപ്പം നല്ല ചൂടാണ്. അപ്പം കുടിക്കാൻ നല്ല തണുത്ത ജ്യൂസ് എടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് കോരി ലുക്ക് മാറിയത് കണ്ടോ ജ്യൂസിൻ്റെ. മധുരമൊക്കെ നോക്കി ചേർക്കാവേ. നന്നായിട്ട് മധുരമൊക്കെ ഉണ്ടേ. നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കുടിക്കാം. കണ്ടോ, അങ്ങനെ നമ്മുടെ അടിപൊളി മാംഗോ ജ്യൂസ് റെഡി. സൂപ്പറാ കേട്ടോ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പം മാമ്പഴത്തിൻ്റെ ഒക്കെ സീസണൊക്കെ അല്ലേ. ഇപ്പം എല്ലായിടത്തും ഇഷ്ടം പോലെ മാങ്ങാപ്പഴം ഉണ്ട്. അപ്പം മാമ്പഴമൊക്കെ കിട്ടുന്നവർ, കൂടുതൽ കിട്ടുന്നവർ അപ്പം ഒത്തിരിയൊക്കെ എന്നാ പെട്ടെന്ന് ഫുള്ളായിട്ടൊക്കെ ഒരു ദിവസം കൊണ്ടൊക്കെ കഴിച്ചു തീർത്ത് ഷുഗറൊന്നും പിടിപ്പിക്കാതെ ഇതുപോലെ കിട്ടുമ്പോൾ കുറച്ചെടുത്ത് മാറ്റി ഇതുപോലെ സ്ക്വാഷൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റുകൾ ഒക്കെ പെട്ടെന്ന് കയറി വരുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം അവരെ തണുപ്പിക്കാനൊക്കെ കൊടുക്കാം. അവർക്കൊരാശ്വാസമല്ലേ വരുന്നവർക്ക്, നമുക്കും കുടിക്കാം. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ച, എനിക്ക് ഉറപ്പാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റുകളൊക്കെ അറിയിക്കണം. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് ചെറിയ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പം